ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കരയിൽ സ്കൂളിൽ നിന്നും മടങ്ങുകയായിരുന്ന മുത്തശ്ശനും പേരക്കുട്ടിക്കും തേനീച്ചയുടെ കുത്തേറ്റു. ഗുരുതരമായി പരിക്കേറ്റ മുത്തശ്ശൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ. സഹായം നൽകാതെ കാഴ്ചക്കാരായി നാട്ടുകാർ. ചേലക്കര ചെട്ടിത്തരവ് റോഡിൽ ഒക്ടോബർ 7 വൈകിട്ട് 4 മണിയോടെ തേനീച്ചക്കൂട് ഇളകിയതിനെ തുടർന്ന് സ്കൂളിൽ നിന്നും മടങ്ങുകയായിരുന്ന മുത്തശ്ശനും പേരക്കുട്ടിക്കും കുത്തേറ്റു. വെങ്ങാനല്ലൂർ സ്വദേശി ലക്ഷ്മണനും പേരക്കുട്ടിയുമാണ് ആക്രമണത്തിന് ഇരയായത്. ഗുരുതരമായി പരിക്കേറ്റ ലക്ഷ്മണൻ നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പേരക്കുട്ടിയെ ബൈക്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് സംഭവം. കുട്ടിയെ തേനീച്ച കുത്തിയതിനെ തുടർന്ന് കുട്ടി ബഹളം വെച്ചപ്പോൾ ലക്ഷ്മണൻ ബൈക്ക് നിർത്തി. ഉടൻ തന്നെ കുട്ടിയെ ആക്രമിക്കാനായി തേനീച്ചക്കൂട്ടമെത്തി. ഈ സമയം ലക്ഷ്മണൻ തേനീച്ചകളെ എതിർത്ത് കുട്ടിയെ ഓടി രക്ഷപ്പെടാൻ നിർബന്ധിച്ചു. ഓടി രക്ഷപ്പെട്ടതിനാൽ കുട്ടിക്ക് ചെറിയ രീതിയിൽ മാത്രമാണ് കുത്തേറ്റത്. എന്നാൽ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച ലക്ഷ്മണനെ മുഖത്തും തലയിലും ഉൾപ്പെടെ വലിയ രീതിയിൽ തേനീച്ച ആക്രമിച്ചു. കൈയിലും മുഖത്തും തലയിലും തേനീച്ചകളുമായി ഓടിയ ലക്ഷ്മണൻ അടുത്തുള്ള അന്ന സ്റ്റോഴ്സിൽ അഭയം തേടാൻ ശ്രമിച്ചു. ഈ ആപത്ഘട്ടത്തിൽ തേനീച്ചകളെ അകറ്റാൻ കടലാസുകളോ ന്യൂസ് പേപ്പറോ കത്തിച്ചു തരാൻ ആവശ്യപ്പെട്ടിട്ടും ആരും തയ്യാറാകാതിരുന്നത് സങ്കടകരമായ കാഴ്ചയായി. ഒടുവിൽ ഉണ്ണിക്കുട്ടൻ എന്നൊരാൾ കടലാസ് കത്തിച്ച് നൽകിയതിനെ തുടർന്നാണ് ലക്ഷ്മണൻ ഒരുവിധത്തിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. തുടർന്ന് അവശനിലയിലായ ഇരുവരെയും മേപ്പാടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ആരോഗ്യനില തൃപ്തികരമല്ലാത്തതിനെ തുടർന്ന് ലക്ഷ്മണനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ കുട്ടിക്ക് ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും ലക്ഷ്മണൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുകയാണ്. CCV ന്യൂസ്, ചേലക്കര.